സർ, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ചു കൊടുത്തിരുന്നു. പിന്നീട് അത് അമേരിക്ക ശുദ്ധീകരിച്ച് പിന്നീട് അമേരിക്ക ഇടപെട്ട് ഉപരോധമൊക്കെ ഏർപ്പെടുത്തി നമ്മളത് നിർത്തി. ഇപ്പോൾ വെനസ്വേലയ്ക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയതോടെ നമുക്ക് വെനസ്വേലയിൽ നിന്ന് എണ്ണ മേടിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തായിരിക്കും സംഭവിക്കുക? ഇതെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 2 കഴിഞ്ഞിട്ട് ഉപരോധം വരും എന്ന് അമേരിക്ക പറഞ്ഞിരുന്നല്ലോ പല രാജ്യങ്ങൾക്കും. അതെ. പിന്നെ ആ ഉപരോധം നീട്ടിവെക്കും എന്നുള്ള മട്ടിൽ ട്രംപ് സംസാരിച്ചിരുന്നു, കുറച്ചു കാലം കൂടി കഴിയട്ടെ എന്നുള്ള മട്ടിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണിപ്പോൾ വെനസ്വേലയിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ എണ്ണ വാങ്ങിച്ചാൽ ആ രാജ്യങ്ങൾക്കെതിരെ ഈ താരിഫ് 25% ചുമത്തും എന്ന് പറഞ്ഞാൽ വെനസ്വേലയ്ക്കെതിരെ ഉപരോധം. അവിടുന്ന് എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ 25% താരിഫ് വർധന. അതാണിപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2 എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രഖ്യാപിച്ച ഉപരോധങ്ങളൊക്കെ ഏപ്രിൽ 2 എന്ന് പറഞ്ഞിരുന്നു. അന്ന് ലിബറേഷൻ ഡേ ആയിരിക്കും ട്രംപ് പറഞ്ഞിരുന്നു, അല്ലേ? വിമോചന ദിനമായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് നീട്ടുന്ന ബാക്കിയുള്ളവർ കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഉപരോധം വരുന്നത് വെനസ്വേലയ്ക്കെതിരെ. അവിടെ നിന്ന് വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട്, തീരുവ കൂട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെനസ്വേലയിൽ ട്രെൻ ഡി അരഗ്വ എന്ന് പറഞ്ഞിട്ടൊരു ഗാങ് ഉണ്ട്. ഈ ഗാങ് അംഗങ്ങളെ വെനസ്വേല അമേരിക്കയിലേക്ക് അയക്കുന്നു എന്നാണ്. ഇത് ഡ്രഗും ബാക്കി കാര്യങ്ങളൊക്കെയുള്ള ഒരു ഗാങ്ങാണ്. ഫെന്റനൈൽ എന്ന് പറഞ്ഞ ഡ്രഗ് അമേരിക്കയിലെ യുവാക്കളെ ധാരാളമായി വഴിതെറ്റിക്കുന്നുണ്ട് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഈ അതിർത്തിയൊക്കെ അടയ്ക്കാൻ മെക്സിക്കോ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗാങ് ആണെങ്കിൽ അവിടെ ഈ അരഗ്വ, ട്രെൻ ഡി അരഗ്വ എന്നാണ് ഗാങ്ങിൻ്റെ പേര്. അരഗ്വ, വെനസ്വേലയിലെ അരഗ്വയിലെ ഒരു ജയിലിലാണ് ഇവരുടെ നേതാവ് തടവില്. ഈ ജയിലിൽ ഒരുപാട് ഗാങ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പാർപ്പിടമായി ജയിലിൽ പിടിച്ചെടുത്തിട്ട് കാശിന് പഞ്ഞമില്ലാത്തത് കൊണ്ട് സ്വിമ്മിംഗ് പൂള്, സ്പാ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി ജയിലൊരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഗാങ്. അതാണ് ഈ ഗാങ്ങിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഈ 25% എന്ന് പറഞ്ഞത് ഇനി മരുന്ന്, കാറ്, തടി തുടങ്ങിയ കാര്യങ്ങളിലാണ് വെനസ്വേലയ്ക്ക് തീരുവ ഏർപ്പെടുത്തിയിരുന്നത്, ഉപരോധമൊക്കെ. അപ്പം മറ്റ് രാജ്യങ്ങളിലും ഈ 25% തീരുവ ഏർപ്പെടുത്തുന്നതിൽ വരും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ, അപ്പോൾ നമ്മൾ റഷ്യക്കെതിരെ ഉപരോധം കൂട്ടി. റഷ്യയിലെ 2 ഊർജ ഭീമന്മാർക്കെതിരെ അമേരിക്ക ഉപരോധം കൂട്ടി. പിന്നെ അവിടുത്തെ എണ്ണ കമ്പനികൾക്ക് മാത്രമല്ല ടാങ്കറുകൾക്ക് 183ഓളം ടാങ്കറുകൾക്കെതിരെയൊക്കെ ഉപരോധം കൂട്ടി. അങ്ങനെ ഇന്ത്യയിലേക്ക് ആ ടാങ്കറുകൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും വന്നു. റഷ്യയിൽ നിന്ന് നമുക്ക് ക്രൂഡ് ഓയിൽ മേടിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് വെനസ്വേല പോലെ അല്ലേ, വീണ്ടും സൗദി പോലെ, സൗദിയുടെ ഒക്കെ കുറഞ്ഞിരുന്നു, നമുക്ക് ചീപ്പായിട്ട് എണ്ണ കിട്ടുന്നത് കൊണ്ട് റഷ്യയിൽ നിന്ന്. അപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ പ്രയാസം വന്നു. ഇറാനെതിരെ ഉപരോധം അല്ലേ? അതെ. അപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള പ്രയാസം വന്നു. ഹൂത്തികളുടെ സഹായത്തോടു കൂടി ചൈന എണ്ണ മേടിക്കുന്ന കാര്യം നമ്മൾ ചർച്ചയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ത്യ കഴിഞ്ഞ കൊല്ലം മൊത്തം വാങ്ങിച്ച എണ്ണയുടെ 1.5% വെനസ്വേലയിൽ നിന്നായിരുന്നു. അത് 1.5% എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ കൊല്ലം പ്രധാനമായിട്ടും മേടിക്കുന്നത്. ഇക്കൊല്ലം നമ്മൾ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് വളരെ കൂടുതലായിരിക്കുന്നു പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിയാണല്ലോ പെട്രോളിയം മിനിസ്റ്ററിൽ സുരേഷ് ഗോപി. അപ്പോൾ 22 മില്യൺ ബാരൽ ആണ് കഴിഞ്ഞ കൊല്ലം വെനസ്വേലയിൽ നിന്നും മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ് വെനസ്വേല. അപ്പോൾ വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ഇത് എങ്ങനെ ബാധിക്കും ഇന്ത്യയെ ഇത് നമ്മൾ നോക്കിയതാണ്. ഈ വർഷം കൂടുന്ന ഈ കഴിഞ്ഞ മാസം
ആണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞത്. അത് ഇന്ത്യ എനർജി വീക്ക് ചർച്ചയ്ക്കിടയിൽ ആണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞത്. മുൻപ് രാജ്യാന്തര നിയന്ത്രണങ്ങൾ കാരണം നമുക്ക് വെനസ്വേലയിൽ നിന്ന് വാങ്ങാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇളവുകൾ വന്നതുകൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് കഴിഞ്ഞ മാസം ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരുന്നത്. അപ്പോഴാണ് വീണ്ടും അമേരിക്കയുടെ ഈ ഉപരോധം വെനസ്വേലയ്ക്കെതിരെ വന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യൻ ഉപരോധം ഉള്ളപ്പോഴും ചില ഇളവുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഏപ്രിൽ അടുത്ത മാസം ഇന്ത്യ 36 ടാങ്കറുകൾ ലോഡ് ചെയ്യും. കുറച്ച് ഇളവുകൾ ഉള്ളതുകൊണ്ട്. കാരണം ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരിയഡ് ഉണ്ട്. ഉപരോധം നിലവിൽ വരുന്നതിന് ഒരു ഘട്ടമുണ്ട്, ട്രാൻസിഷൻ ഘട്ടം. ആ ഘട്ടമായതുകൊണ്ട് 36 ടാങ്കറുകൾ റഷ്യയിൽ നിന്ന് നമ്മൾ ലോഡ് ചെയ്യും അടുത്ത മാസം. അപ്പം അടുത്ത മാസത്തോടു കൂടിയാണ് ഈ റഷ്യൻ എണ്ണ വാങ്ങൽ നിൽക്കാൻ പോകുന്നത്. ലോഡ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് അതായത് 2 കമ്പനികൾ ഇന്ത്യയിൽ, റിലയൻസ് റിഫൈനറീസ്, പിന്നെ നയാര എനർജി, ഇങ്ങനെ 2 കമ്പനികളാണ് റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതെന്ന് ഈ കെപ്ലർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡാറ്റയൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവർ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ 60 ഷിപ്മെൻറ്റുകൾ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 52 മില്യൺ ബാരൽ ആണ് മൊത്തം റഷ്യയിൽ നിന്ന് അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അമേരിക്കൻ ഉപരോധത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻ പീരീഡ് തീരുകയാണ് ഏപ്രിലിൽ. അപ്പോൾ അതോടുകൂടി റഷ്യയിൽ നിന്നുള്ള കച്ചവടം അവസാനിക്കും. പിന്നെ ഇത് സ്പോട്ട് ടെൻഡറാണ് ഇത് എന്നാണ് പറയുന്നത് ഇപ്പോൾ നടന്നത്. അപ്പോൾ $3 കുറഞ്ഞ് ബാരലിന് $3 കുറയും. അങ്ങനെയാണ് ഇത് വാങ്ങുന്നത്. ഈ വർഷം ആദ്യം ഡിസ്കൗണ്ട് $1 മാത്രമാണ് കുറവായിരുന്നത്. ഇപ്പോൾ $3 കുറവിൽ കിട്ടുന്നു. ഉപരോധം കാരണം എണ്ണയുടെ വില കൂടുകയാണ് ചെയ്തത്. കൂടുകയാണല്ലേ? റഷ്യയിൽ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു ദിവസം 1.8 മില്യൺ ബാരൽസ് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു ഒരു ദിവസം. ഈ വർഷം അത് 1.6 ആയിട്ട് കുറഞ്ഞു. ഏപ്രിലോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. മോസ്കോ ടൈംസ് പറഞ്ഞിരിക്കുന്നത് മാർച്ചിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ടില്ല എന്നാണ്. നമ്മുടെ മൊത്തം എണ്ണ ഉപഭോഗത്തിൻ്റെ 40% റഷ്യയിൽ നിന്ന് വാങ്ങിയിടത്താണ്. പെട്ടെന്ന് നിർത്തിയതല്ലേ? മാർച്ചിൽ നമ്മളൊന്നും വാങ്ങിയില്ല. ഉപരോധം കാരണം ഈ ഷിപ്പിംഗ് കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് വില കൂടുന്നത്. ഈ റഷ്യ വില കൂട്ടി വിൽക്കുന്നത്. ജനുവരിയിൽ അമേരിക്ക 183 കപ്പലുകളെ വിലക്കിയിരുന്നു, എണ്ണ ടാങ്കറുകളെ, റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കറുകളെ വിലക്കിയിരുന്നു. പിന്നെ ഷാഡോ ഫ്ലീറ്റ് ഉണ്ട്, അമേരിക്കയൊക്കെ വെട്ടിച്ച് പോകുന്ന ടാങ്കറുകളുടെ വ്യൂഹം. അത് ഈ പടിഞ്ഞാറൻ ശക്തികൾ ഈ ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഇത്ര രൂപയ്ക്കേ വിൽക്കാവൂ എന്നുള്ളത്. അത് കടന്നു കയറി ചീപ്പായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷാഡോ ഫ്ലീറ്റ് ഉള്ളത്, നിഴൽ കപ്പൽ വ്യൂഹം. അതൊക്കെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ റഷ്യയുടെ ഊർജ വരുമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നത് ഈ എണ്ണയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ യുക്രൈനെ ആക്രമിച്ചൊക്കെ നിലകൊള്ളുന്നത്. അങ്ങനെ അപ്പോൾ ഈ നമ്മളിപ്പോൾ അഫ്രാമാക്സ് ടാങ്കേഴ്സ് അതിൻ്റെ ഷിപ്പിംഗ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏപ്രിലിൽ 9 മുതൽ 10 മില്യൺ വരെ ഡോളർ കൂടുതലായിരിക്കും എണ്ണ ഇനി വാങ്ങുമ്പോൾ. ഇവ 1 ലക്ഷം മില്യൺ ടൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഏപ്രിൽ ഒക്കെ ആവുമ്പോൾ. ESPO ബ്ലെൻഡ് ഓയിലാണ് വരുന്നത്, ബ്രെൻഡ് ക്രൂഡല്ല വരുന്നത്. ബ്രെൻഡ് ക്രൂഡിന് മുകളിൽ 3 മുതൽ 5% വരെ ഒരു ബാരലിന് കൂടും
ബ്രൻഡിനേക്കാൾ കൂടുതലാണ് ഇത്. അപ്പോൾ ബ്രൻഡ് $77.30 ആണ് ഇത് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ഉപരോധമുണ്ടെങ്കിലും ടാങ്കറുകൾ ഈ അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയവ ഇന്ത്യയിൽ ഇറക്കുന്നുണ്ട്. ഈ ട്രാൻസിഷൻ പീരീഡിൽ ശരിക്കും നിലവിൽ വരുന്നതിന് മുമ്പുള്ള പീരീഡാണ് ഘട്ടം. ആ സമയത്ത് വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഇന്നിപ്പോൾ അമേരിക്കയുടെ പ്രതിനിധി ഡൽഹിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ താരിഫിൽ ഇളവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പീയൂഷ് ഗോയലിനെ കാണുന്നുണ്ട്. അപ്പോൾ ചർച്ച, അപ്പോൾ പ്രത്യേകം ഒരു പരിഗണന ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണല്ലോ ആ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ട് കാണുന്നത്. ആ ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്. വെയ്വർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ റഷ്യയുടെ കാര്യത്തിൽ ഇളവ് നമ്മൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അമേരിക്കൻ ഉപരോധത്തിൽ ഒരു ഇളവ് കിട്ടുമെന്ന് നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ട്. മാർച്ച് 12 വരെ ഈ ട്രാൻസിഷൻ ഘട്ടമായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇന്ത്യൻ ഇറക്കുമതിയിൽ 36% റഷ്യയിൽ നിന്നായിരുന്നു. റഷ്യയുടെ ഊർജ ഭീമന്മാർ ഗാസ്പ്രോം നെഫ്റ്റ്, പിന്നെ സുർഖത്ത് നെഫ്റ്റ് ഗ്യാസ്, ഈ 2 കമ്പനികൾക്കെതിരെയാണ് അമേരിക്കൻ ഉപരോധം. ഈ അരാഗ്വ വെനസ്വേലയുടെ വടക്ക് ഭാഗത്താണ്. ആ ഗാങ്ങിനെ പറ്റി പറയുകയാണ്. അരാഗ്വ വടക്കാണ്. അവിടെ ടൊക്കോറോൺ എന്ന് പറഞ്ഞ ജയിൽ റിസോർട്ടാക്കിയ ഗാങ്ങിനെ അമേരിക്കയിൽ വെനസ്വേല പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഉപരോധം. അവിടെ ഈ ജയിലിൻ്റെ അകത്ത് ഒരു മൃഗശാല ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗാങ്, സൂ. പിന്നെ റെസ്റ്റോറൻറ്റുകൾ തുറന്നിട്ടുണ്ട് ജയിലിൻ്റെ അകത്ത്. പിന്നെ നൈറ്റ് ക്ലബ്ബ് തുറന്നിട്ടുണ്ട് ഈ ഗാങ്ങിലെ അംഗങ്ങൾക്ക് വേണ്ടി. പിന്നെ ബെറ്റിംഗ് ഷോപ്പ്, എന്താണ് പന്തയം വെക്കാവുന്ന പലതിലും, സ്വിമ്മിംഗ് പൂൾ, ഇതൊക്കെ ഉണ്ട്. ഈ ഗാങ്ങിൻ്റെ ബോസ് ഹെക്ടർ ഗുറേറോ ഫ്ലോറൽ എന്ന് പറഞ്ഞ ആളാണ്. 41 വയസ്സാണ് അയാൾക്ക്. ബൊളിവറിലെ സ്വർണ്ണ ഖനികൾ ഈ ഗാങ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വരുമാനമുണ്ട്. സ്വർണ്ണ ഖനികൾ കൈവശമുണ്ട്. പിന്നെ ഡ്രഗ് ഇടനാഴികൾ ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ അതുകൊണ്ട് വെനസ്വേല കൊളംബിയ അതിർത്തിയിലൊക്കെ ഈ ക്രോസിംഗ് ഇല്ലേ, ആളുകളൊക്കെ കടത്തിവിട്ടിട്ട് കാശ് മേടിക്കുന്ന പരിപാടിയൊക്കെ ഈ ഗാങ്ങിനുണ്ട്. അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റത്തിനുമൊക്കെ ഈ ഗാങ് സഹായിക്കുന്നുണ്ട്. ഈ ഗാങ്ങിനെ വെനസ്വേല നിലനിർത്തിയില്ല. ഇതുകൊണ്ടാണ് ഉപരോധം. ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനധികൃതമായ ഇടപെടലുകളൊക്കെ ഉണ്ടെന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ട് ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണ് അല്ലേ? അങ്ങനെ വെനസ്വേലയോട് അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങളും കൊണ്ടും, പ്രത്യേകിച്ച് ഈ ഡ്രഗ് കാർട്ടലുകളെ നിയന്ത്രിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിരോധമുണ്ട് അമേരിക്കയ്ക്ക്. അതാണ് ഇപ്പോൾ പ്രകടമാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.